ആ 2 മാസം മുമ്പ് വരുമ്പോ എനിക്ക് ഈ നടക്കാനും പറ്റൂല, ഇരിക്കാനും പറ്റൂല, ഇരുന്നിട്ട് എണീക്കാനൊന്നും പറ്റൂലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ നല്ല ഇതായിട്ട് എണീറ്റ് നടക്കുകയും ചെയ്യാ. വേദന ഇല്ല എനിക്ക്. വേദന എന്ന് പറയുന്ന സാധനമില്ല. പെടല് തിരിക്കുക, മറ്റേ പെടല് ഇങ്ങനെ ഒന്നും തിരിക്കാൻ പറ്റൂലായിരുന്നു. കൈ പൊങ്ങൂലായിരുന്നു, ഇങ്ങനെ പൊങ്ങൂലായിരുന്നു. ഇപ്പൊ കൈ പൊങ്ങും. ഇത്രയും വരെയും പൊങ്ങുള്ളൂ. കൈ താങ്ങ് കൊടുക്കണം, എന്നാലേ പൊങ്ങുള്ളൂ. ഇപ്പൊ അതല്ല, ഇപ്പൊ സ്വയം കൈ പൊങ്ങണം. എനിക്ക് ഇങ്ങനെ ഒന്നും എണീക്കാനേ പറ്റൂലായിരുന്നു. ഇപ്പൊ നല്ല ഹാപ്പിയാണ്. ഡോക്ടർക്ക് ഞാൻ ഇത് ചെയ്തു തന്നതിന് ഡോക്ടർക്ക് നന്ദി പറയുന്നതാണ്. ഞാൻ അത് കാരണം എൻ്റെ ആങ്ങളെനെയും കൊണ്ടുവരുന്നുണ്ട്, അനിയത്തിയുടെ ഭർത്താവിനെയും കൊണ്ടുവന്ന് അവരൊക്കെ വേദന കുറയും. എനിക്ക് പെടലി വേദന ഉണ്ടായിരുന്നു, കാലുവേദന ഉണ്ടായിരുന്നു, നടുവേദന ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നടുവിന്. ഇപ്പൊ ഓപ്പറേഷൻ ചെയ്യാനുള്ള വേദനകളൊന്നുമില്ല ഇപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞ് പോയേ പിന്നെ. ആ 2 മാസം മുമ്പ് വരുമ്പോ എനിക്ക് ഈ നടക്കാനും പറ്റൂല, ഇരിക്കാനും പറ്റൂല, ഇരുന്നിട്ട് എണീക്കാനൊന്നും പറ്റൂലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ നല്ല ഇതായിട്ട് എണീറ്റ് നടക്കുകയും ചെയ്യാ. വേദനയാണ് എനിക്ക് സഹിക്കാൻ പറ്റാതെ ഉണ്ടായത്. ഇപ്പൊ വേദനയൊക്കെ നല്ല കണ്ടീഷനായിട്ട് മാറി. വേറെ ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ വേദന കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഞാൻ 4 പേരെയായി കൊണ്ടുവന്ന് കാണിക്കണം. അവർക്ക് 2 പേർക്ക് നല്ല ആശ്വാസമായി. ഇന്നിപ്പോ 2 പേര് വന്നിട്ടുണ്ട്. അവർക്ക് ഇതുപോലെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ ആൾക്കാരാണ്. അതിപ്പോ അതൊന്നും വേണ്ടാതെ വേദന കുറഞ്ഞിട്ടുണ്ട്. മുട്ടുവേദനയുള്ള ആൾക്കാർക്ക് നല്ല ആശ്വാസമാണ് എനിക്കിപ്പോൾ എൻ്റെ മുട്ടുവേദന. ഈ സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ കിടുകിടാന്ന് സൗണ്ടായിരുന്നു. ആ സൗണ്ടൊക്കെ മാറി. ഇപ്പൊ സ്റ്റെപ്പ് എനിക്ക് നല്ലോണം കയറിപ്പോകാം, സ്റ്റെപ്പ് ഇറങ്ങുകയും ചെയ്യാം. ഇറങ്ങുമ്പോഴൊക്കെ ഭയങ്കര ഒരു കാലിറക്കിച്ച് ഒരു കാലിറക്കിച്ച് നടക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ശരിക്കും 2 കാലിറക്കിച്ച് നടക്കാം. ഞാൻ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇരുന്നിടത്തുനിന്ന് പിടിച്ചെണീറ്റാലേ എനിക്ക് എണീക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ എനിക്ക് ചാടി ഇങ്ങനെ എണീറ്റ് നിൽക്കാം. മുട്ടുവേദനയുള്ള ആൾക്കാർ വന്ന് ഇത് ചെയ്യണമെന്നാണ് ഞാൻ പറയണ. മരുന്ന് കഴിക്കണ്ട. ഞാൻ 2 നേരം വേദനയുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന വെച്ചാണ്. കൈതരിപ്പിന് ഒരു മരുന്ന് കഴിച്ച്, ഞാൻ 3 മരുന്ന് 2 നേരം കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു ഗുളിക പോലും കഴിക്കണില്ല. ഇത് ചെയ്തു പോയിട്ട് ഇത്രയും ദിവസമായിട്ടും ഒരു ഗുളിക പോലും കഴിച്ചിട്ടില്ല. എക്സസൈസ് ഞാൻ മുടക്കാറില്ല, അതെല്ലാ ദിവസവും ഞാൻ ചെയ്യണുണ്ട്. ഒരൊറ്റ ദിവസം മുടക്കില്ല. അത് കൈ പൊങ്ങൂലായിരുന്നു, ഇങ്ങനെ പൊങ്ങൂലായിരുന്നു. ഇപ്പൊ കൈ പൊങ്ങും. ഇപ്പൊ കഴുത്ത് വേദന ഇല്ല. ഇത്രയും വരെയും പൊങ്ങുള്ളൂ. കൈ താങ്ങ് കൊടുക്കണം, എന്നാലേ പൊങ്ങുള്ളൂ. ഇപ്പൊ അതല്ല, ഇപ്പൊ സ്വയം കൈ പൊങ്ങണം. കഴുത്ത് വേദനയും കൈവേദനയും ഉള്ള ആൾക്കാർ വന്നാണെങ്കിൽ ഇത് ചെയ്തു പോണത് നല്ലതാണ്. മരുന്ന് കഴിക്കണ്ടല്ലേ, അതാണ് ഏറ്റവും വലുത്. മരുന്ന് കഴിക്കേണ്ട നമുക്ക്.